ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇഫ്താറിനും ഈവനിങ് സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഹിറാണി പോളയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോണത്. സ്പൈസിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എളുപ്പത്തിൽ 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയിലോട്ട് കിടക്കാം. ബോൺലെസ് ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, മല്ലിയില, കറിവേപ്പില, പിന്നെ 4 സവാള അരിഞ്ഞ് വെച്ചത്. അപ്പോൾ ഇതിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക. ചട്ടി ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലോണം മൊരിയണ്ട, ആവശ്യത്തിന് വെന്ത് കിട്ടിയാൽ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്ത് എണ്ണയിൽ നിന്ന് കോരിയെടുത്ത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. പിന്നെ അതേ എണ്ണയിൽ തന്നെയാണ് കേട്ടോ മസാല ഉണ്ടാക്കുന്നത്. അതിലോട്ട് കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് പച്ചമണം മാറി വരുമ്പോൾ അതിലോട്ട് 4 സവാള അരിഞ്ഞ് വെച്ചതും കൂടി ചേർത്ത് വഴറ്റുക. ഇത് വാടി വരുന്ന സമയം കൊണ്ട് നേരത്തെ മാറ്റി വെച്ച ചിക്കന് കൈകൊണ്ട് നുള്ളി എടുക്കാം. അതായത് മിക്സിലടിച്ചാലും മതി കേട്ടോ. ഞാൻ കൈകൊണ്ട് ചിക്കി എടുത്തതാണ്. ഇതിനെ 2ആയി ഭാഗിച്ച് വെക്കുക. പിന്നെ ഈ സവാള വാടി വരുമ്പോൾ അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാലയും കൂടെ ചേർത്ത് കുറച്ച് നേരം വഴറ്റുക. പിന്നെ അതിലോട്ട് തന്നെ പെപ്പർ പൗഡറും കൂടെ ചേർക്കണം കേട്ടോ. പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കുറച്ച് ഇളക്കിയതിന് ശേഷം നേരത്തെ മാറ്റി വെച്ച് ചിക്കന് വലിയ ഭാഗം അതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് നേരം കൈവിടാണ്ട് ഇളക്കണം കേട്ടോ. അതിൻ്റെ ചിക്കൻ്റെ ടേസ്റ്റ് മസാലയിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ്. കൈവിടാണ്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നേരത്തെ മാറ്റി വെച്ച മല്ലിയിലും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്യാം. മസാല ഇത്ര ഉള്ളൂ കേട്ടോ. മസാല റെഡിയാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ മാവ് ഉണ്ടാക്കാം. അതിനാവശ്യമായ മുട്ട, പാല്, മൈദ, ഓയിൽ, പെപ്പർ പൗഡർ, മല്ലിയില ഇത്രയും കൂടി ചേർത്ത് മിക്സിയിലോട്ട് ചേർത്ത് അരച്ചെടുക്കാം. ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ 1 കപ്പ് പാല്, 1 കപ്പ് മൈദ, 1/2 കപ്പ് ഓയിൽ, അതിലോട്ട് 3 മുട്ട, ആവശ്യത്തിന് മല്ലിയില, ആവശ്യത്തിന് പെപ്പർ പൗഡർ, ഉപ്പ്. ഇത്രയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് കുറച്ചും കൂടെ കൂടുതലായിട്ട് എടുക്കണം. 2 എണ്ണം കട്ടിയില്ലാണ്ട് 2 എണ്ണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ കുറച്ചും കൂടെ അളവില്ലാണ്ട് എടുത്തത്. നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്ന് കട്ടിയിൽ ആക്കണമെങ്കിൽ ഈ അളവാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഞാൻ ഓയിലൊക്കെ കുറവാണ് കേട്ടോ ചേർക്കുന്നത്. അതാണ് കേട്ടോ അളവില്ലാണ്ട് ചേർക്കുന്നത്. പിന്നെ ഇതൊക്കെ ഒന്ന് മിക്സിയിൽ നല്ലോണം അരച്ചെടുക്കുക. അരച്ചിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുക. ഞാനൊരു പോള ഇവിടെ ഒഴിച്ച് കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടോ ഇതാണ്. അടുത്തത് ഒഴിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇത് മറിച്ചിട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റ് മൂടി വെക്കുക. ഇത് മുട്ടനോണ്ടായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. കുറേ നേരമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അതിന് ശേഷം പ്ലേറ്റിലോട്ട് മാറ്റുക. ഇതുണ്ടാക്കുന്ന പാത്രം നോൺ സ്റ്റിക്ക് ആണെങ്കിൽ നല്ലതാണ് കേട്ടോ. അതാണെങ്കിൽ പെട്ടെന്ന് ഇളകി കിട്ടും. മറ്റേതാണെങ്കിൽ ചിലപ്പോൾ ഒട്ടി പിടിക്കാൻ മതി. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് മാവ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നേരത്തെ റെഡിയാക്കി വെച്ച മസാല മാവ് ഫുള്ള് കവറാവുന്ന രീതിയിൽ മസാല ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ശേഷം ഒന്നും കൂടെ മാവ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അത് മസാല കവറാവുന്ന രീതിയിൽ ഒന്നും കൂടെ മാവ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ നേരത്തെ കുറച്ച് മാറ്റി വെച്ച ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കന് അതിൻ്റെ മേലെ കൂടെ ഒന്നും കൂടെ വിതറി കൊടുക്കുക. എന്നിട്ട് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അത് ഓപ്ഷണലാട്ടോ. ഡെക്കറേഷനൊക്കെ വേണമെങ്കിൽ ക്യാപ്സിക്കം റൗണ്ടായിട്ട് അരിഞ്ഞത് അതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എനിക്ക് ക്യാപ്സിക്കം വെക്കണത് ഇഷ്ടം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ലൊരു സ്മെല്ലായിരിക്കും. അതിൻ്റെ കടി കിട്ടുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റായിരിക്കും. പിന്നെ അത് ടൈറ്റുള്ള മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 5 to 10 മിനിറ്റ്സ് വരെ വെക്കുക. ഞാനിത് തുറന്ന് നോക്കുമ്പോൾ കുറച്ച് വൈകിന് കേട്ടോ. അതുകൊണ്ട് കുറച്ച് മൊരിഞ്ഞുണ്ടായിരുന്നു. ഇതിനെ മറിച്ചിട്ടിട്ട് ഒന്നും കൂടെ ഒരു 2 മിനിറ്റ്സ്, അധികമൊന്നും വേണ്ട, 2 മിനിറ്റ്സ് ഒന്നും കൂടെ മൂടി വെക്കുക. കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, അതങ്ങനെ കാണാണ്. മൂടി വെച്ച് തുറന്നാലും ഒന്നും കൂടെ സെറ്റായി കിട്ടും കേട്ടോ. നല്ല സോഫ്റ്റായി കിട്ടും. എന്നിട്ട് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യുക. നമുക്കിഷ്ടമുള്ള അതിൽ കട്ട് ചെയ്യാം കേട്ടോ. ആർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.